സലിമേട്ട ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. UDF വൻ സീറ്റുകളിലെ നേട്ടത്തോടുകൂടി ഇവിടെ വിജയിക്കും. പാലക്കാട് എങ്ങനെയാ സിറ്റുവേഷൻ? പാലക്കാട് രമേശ് പിഷാരടി ജയിക്കും. വരാൻ പോകുന്ന ഇലക്ഷനിൽ പാലക്കാട് രമേശ് പിഷാരടി ജയിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ നല്ല വിലയുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വരാൻ പോകുന്ന ഇലക്ഷന്റെ ഭാഗവുമായി കോൺഗ്രസ് പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗവുമായി ഇന്നലെ നമ്മുടെ നടൻ സലീം കുമാർ ഏട്ടൻ ഒരു വേദിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗംഭീരമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഒരു പ്രസംഗമെന്ന് അതിനെ അങ്ങോട്ട് നമുക്ക് മൊത്തത്തിൽ പറയുന്നില്ല, അത് ശരിയല്ല. മറിച്ച് ഒന്ന് രണ്ട് കഥകൾ അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു. അതിലെ ഒരു കഥ കേരളത്തിലെ റോഡിനെ പറ്റിയിട്ടാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങ് അമേരിക്കയെക്കാട്ടിലും നല്ല റോഡുകളാണ് കേരളത്തിൽ എന്നാരോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു സാധനം നമ്മുടെ പിണുമാമൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ റോഡ്, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചത്. അതുവരെ എൻ്റെ യാത്ര ഒന്നുകിൽ ട്രെയിൻ ഇല്ലെങ്കിൽ ബസ്. ഈ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ വലിയ കുഴികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ റോഡ് സീനാണല്ലോ എന്ന് ഒന്ന് ചിന്തിച്ചിരുന്നത്. എന്നാൽ സ്വന്തമായ ഒരു വണ്ടി എടുത്ത് ഈ കേരളത്തിലെ റോഡുകളിലൂടെ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടുത്തെ ഒരു റോഡും കൊള്ളത്തില്ലടേ, ഒരു റോഡും കൊള്ളത്തില്ല. പണി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അതവിടെ നടക്കട്ടെ. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ടാർ ചെയ്ത റോഡുകൾ പോലും ഉണ്ടല്ലോ, അതൊന്നും പ്രോപ്പറായിട്ട് അല്ല ടാർ ചെയ്തിരിക്കുന്നത്. അത് കാറുള്ളവർക്ക് മനസ്സിലാവും, സ്വന്തമായിട്ട് വാഹനം ഉള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ ടയറൊക്കെ ഉണ്ടല്ലോ, വണ്ടിയുടെ കാറിൻ്റെ ഒക്കെ ഒരു സൈഡ് മാത്രം തേഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രോപ്പറായിട്ടല്ല ഇവിടുത്തെ ഓരോ റോഡും ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാറ്റി നിർത്താം. പിന്നെ ഇവിടെ മറ്റേ ഹൈവേ ഒക്കെ പണിയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഒരു സൈഡിൽ നിന്ന് പൊളിഞ്ഞൊക്കെ വീഴുന്നുണ്ടേ, പോട്ടെ, അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താണ് സലീം കുമാർ ഏട്ടൻ പറയുന്നതെന്ന് കേൾക്കാം. രമേശ് പിഷാരടിയെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. വേറൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി അറിഞ്ഞു കാണുമല്ലോ, സുപ്രീം കോടതിയിൽ നിന്ന്. വരാം അതിലേക്കൊക്കെ. അതിന് മുമ്പ് നല്ല ഹാസ്യ രൂപേണ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സത്യങ്ങൾ സലീം കുമാർ ഏട്ടൻ പറയുന്നുണ്ട്. കുറച്ചേ ഞാൻ കേൾപ്പിക്കുന്നുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളൂ. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളൂ. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ, അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ്. ഇപ്പൊ പോയിട്ടോ, കണ്ണക്കടിപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ ബാക്കി കേൾക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ അല്ലേ, പിണുമാമൻ പണ്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞത്. കേരളത്തിലെ റോഡുകൾ അമേരിക്ക വെല്ലുവെന്ന്. അമേരിക്ക ഒന്നും വെള്ളണ്ട പിണുമാമ. അറ്റ്ലീസ്റ്റ് കേരളത്തിന്റെ അപ്പുറം കിടക്കുന്ന തമിഴ്നാട്, കർണാടക അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കണം. അവിടുത്തെ റോഡുകൾ മനസ്സിലായില്ലേ, ഹൈവേകൾ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ പിടികിട്ടും പിണുമാമ. അമേരിക്കയൊക്കെ എങ്ങനെ താരതമ്യം അന്നേ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യൻ എങ്ങനെ പറ്റി മുഖ്യ പോട്ടെ, അന്നേ അത് പൊളിഞ്ഞു വീണതാ. പിന്നെ കേട്ടല്ലോ, തമാശ രൂപേണയാ പറയുന്നത്, അന്നാ പറഞ്ഞവൻ മെന്റൽ ആശുപത്രിയിലാണെന്ന്. എങ്ങനെ ആവാതിരിക്കും? ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ ഭരണവും അത്രയും ഗംഭീരമാണെന്ന് പറയുന്നവനൊക്കെ മുഴുത്ത പ്രാന്തല്ലാതെ വേറെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഇതിൻ്റെ അടിയിലും വരും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടു 1-2 പേര് പറയുന്നു, രാഷ്ട്രീയ നിലപാടുകൾ അത് ഓരോരുത്തർക്ക് ഓരോന്നാണ്. അതേയാണ്
പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വേറൊരു മണ്ടത്തരമെന്നേ എനിക്ക് പറയാനുള്ളൂ. പിടികിട്ടിയോ? ഓരോരുത്തർക്കും ഓരോ നിലപാടുകളുണ്ട്. ഞാൻ എൻ്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കുന്നു. എനിക്ക് കാണുമ്പോൾ ഇതാ തോന്നുന്നത്. മണ്ടന്മാരെ ഇനി പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ഭരണത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് കയറും. കോൺഗ്രസ് കയറിയാൽ എന്താകും എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ. പിടികിട്ടിയോ? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. എന്താകും? മുസ്ലിം ലീഗിൻ്റെ ഒരു ഗംഭീര ചെറ്റത്തരം ചിലപ്പോൾ നമ്മൾ കാണേണ്ട വരും. അത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം. നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 3ാം തവണയും ആ പാർട്ടി തന്നെ വന്നേനെ ഇവിടെ ഭരണത്തിൽ, ഉറപ്പായിട്ടും വന്നേനെ. ഇതിപ്പോ വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല, എൻ്റെ അഭിപ്രായം മാത്രം, എനിക്കില്ല. നല്ല രീതിയിൽ നല്ലൊരു ബുക്കൻ, അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു മന്ത്രിയായിരുന്നെങ്കിൽ പിന്നെയും ജനങ്ങൾ തലേ കയറ്റി വെച്ചേനെ. ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഒന്നും ചോദിക്കാൻ പറ്റില്ല ആ വ്യക്തിയോട്. ഇതെന്താണ് ഇവിടെ രാജഭരണോ? അല്ല, ഇതിനെക്കാട്ടിലും നല്ലത് അതായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് ബാക്കി കേൾക്കാം. അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, 1 ആഴ്ച 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ പി രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി നിസ്സാരമല്ല പൈസ മുടക്കാൻ വേണ്ടി വന്നേന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ല കേട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് ചോദിച്ചു, എന്താണ് ഈ കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു വന്നു. അയാൾ അന്വേഷിച്ച് വന്നപ്പോ അയാൾ നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ 10 വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള് ബാക്കി കേൾപ്പിക്കാവേ. 3 ലക്ഷം കോടി ഒന്ന് ആലോചിക്കണം നിങ്ങൾ. എടേ, ഇവിടെ ഉള്ള ബിസിനസ്സുകാർ തന്നെ കേരളം അടുത്ത് അവരുടെ ഉണ്ട്, ബിസിനസ്സുകളുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. പക്ഷെ ഇവിടെ ചെയ്തതിനെക്കാട്ടിലും ഡബിൾ ഇരട്ടിയാണ് അവർ പുറത്തു പോയി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കുറെ പേർക്കെങ്കിലും തൊഴിലുള്ളത്, കുറെ ബിസിനസ്സുകാർ ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? എന്തിന് ഇത്രയും ടാക്സും കൊടുത്ത് ഈ നാട്ടിൽ നമ്മൾ കിടന്ന് ബിസിനസ് ചെയ്യണം എന്ന് ഏതൊരു പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഏതൊരാൾക്കും ഒന്ന് ആലോചിക്കാം. എന്തിനിവിടെ പുറത്തു പോയിക്കൂടെ? എന്തിനധികം പറയുന്നു, സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകൾ പോലും എന്തിനാണ് കേരളം വിട്ട് അവർ ദുബായിലും ഒക്കെ ആയിട്ട് പോയി ജീവിക്കുന്നത്? കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കാം. അതിനകത്ത് ഒരുത്തനും പിടിച്ചു മേടിക്കാൻ വരുന്നില്ല, പിടിച്ചു പറിക്കാൻ വരുന്നില്ല. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഉടനെ മറ്റേ മൊന്ത എടുത്തോണ്ട് ഇറങ്ങും തെണ്ടാനായിട്ട്. അവർക്കും കൊടുക്കണം, അവരെ നമ്മൾ തൃപ്തിയാക്കണം, തൃപ്തിപ്പെടുത്തണം ചില തുക്കള രാഷ്ട്രീയക്കാരെ പോലും. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം ഗോപിയാ. എന്തെങ്കിലും ഒരു ചെറുത് കിട്ടിയാൽ മതി, നമ്മളെ ഇല്ലാതാക്കാൻ 100 പേര് വരും. സത്യമല്ലേ ഞാൻ പറയുന്നത്? ബാക്കി നമുക്ക് കേൾക്കാം. അപ്പൊ ഡോക്ടർ പറയണം, മൂലമറ്റത്തിലുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനംകുളത്തുനിന്ന് മറ്റേ താപനിലയത്തിൽ നിന്ന് വൈദ്യുതി വന്നല്ല ഇയാളുടെ ഇത് ഭ്രാന്തി മാറുള്ളൂ എന്ന് പറയും. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ കേട്ടാണ് മെസ്സി വരും കേട്ടോ. മെസ്സിയുടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈകൾ TV-യിൽ കോമന്റ് ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ വരും, ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്ന്, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം താൻ ബോംബെയിൽ വന്ന്, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറെ ഒന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ടിക്കൊണ്ടാക്കി എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട.
അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും ഡൽഹിയപ്പല്ലാതെ. ഇതിലും നല്ല കിട്ടാനിനി ഇല്ല. മനസ്സിലായോ? അത്രയ്ക്കും കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കും. പുള്ളി തമാശ രീതിയിലാണ് ഇതെല്ലാം പറഞ്ഞത്. ഈ 3 കാര്യവും പുള്ളി തമാശ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേരളത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ റോഡുകൾ അമേരിക്കയിലെ റോഡിനെക്കാട്ടിലും ഗംഭീരമാണെന്നൊക്കെ പറയുന്നവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്താശുപത്രിയിലാണ് കൊണ്ടിടേണ്ടത്. അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തിന് അമേരിക്ക വരെ? ഞാൻ അതാ പറഞ്ഞത്, ആ തമിഴ്നാട്ടിലേക്ക് റോഡൊന്ന് പോയി കണ്ടാൽ മതി. ഇതിപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും തീരാത്ത പണിയാണ് ഇവിടെ. കേരളത്തിലെ റോഡുകളുടെ പണി ഒരിക്കലും തീരത്തില്ല. എന്നും പണിയാണ്. ഇന്ന് അങ്ങോട്ട് പണി പൂർത്തിയാക്കും, നാളെ ഏതെങ്കിലും ഒരുത്തം വന്ന് വീണ്ടും കുത്തി തുറക്കും, വീണ്ടും അടുത്ത ദിവസം തൊട്ട് വീണ്ടും പണി. എന്ന് തീരും കേരളത്തിലെ റോഡുകളുടെ പണി? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞാലും അത് ചുമ്മാ എന്തൊക്കെയോ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോയേക്കുക. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഈ വണ്ടിയുടെ ടയറുകൾ, നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി, ഒരു സൈഡ് മാത്രം ഇങ്ങനെ തേഞ്ഞു പോകും. അങ്ങനെയുള്ള ചില പരിപാടികളുണ്ട്. ഇതൊക്കെ ഈ അടുത്താണ് നമുക്കൊരു വണ്ടി വരുമ്പോഴല്ലേ നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ. അതുവരെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്, റോഡൊക്കെ നല്ല കിടിലൻ റോഡല്ലേ, ഇത് ടാർ ചെയ്തേക്കുന്ന റോഡ്. പക്ഷെ ആ റോഡിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കണം, എന്നിട്ട് വണ്ടിയുടെ ടയറൊക്കെ ഒന്ന് നോക്കണം, അപ്പോൾ പിടികിട്ടും പ്രോപ്പറായിട്ട് എല്ലാം നോക്കിയാണോ ഇവിടുത്തെ റോഡുകളിൽ പണി നടത്തിയിരിക്കുന്നതെന്ന്. ഇനി വേറൊരു കാര്യം, ഈ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ സലീം കുമാർ ഏട്ടനോട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. അതിനുള്ള മറുപടി നിങ്ങൾ കേട്ടോ. സലീമേട്ട, ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. UDF 1 സീറ്റുകളിലെ നേട്ടത്തോടുകൂടി ഇവിടെ വിജയിക്കും. പാലക്കാട് എങ്ങനെയാണ് സിറ്റുവേഷൻ? പാലക്കാട് രമേശ് പിഷാരടി ജയിക്കും, യാതൊരു സംശയമില്ല. തോമസ് ഐസക്കിന്റെ പരാമർശമൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ മോശമായി പോയി. അദ്ദേഹത്തിനെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം കലാകാരന്മാരുടെ പാർട്ടിയാണെന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയപ്പെടുന്നത്. അവർ തന്നെ ഒരു കലാകാരനെ കോമാളി എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ, ഒരു ഡോക്ടറേറ്റ് കിട്ടിയ അത്ര വിദ്യാസമ്പന്നൻ അങ്ങനെ പറയാന്ന് വെച്ചാൽ വളരെ കഷ്ടമാണത്. സലീമേട്ടൻ ഒരിക്കലും രാഷ്ട്രീയം മറച്ചു വെക്കാത്ത ആളാണ്. ഇതവണ ആരെങ്കിലും മത്സരിക്കാനൊക്കെ ആയിട്ട് മത്സരിക്കുമെന്ന് ഒരു താല്പര്യമില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം വേണ്ടി മത്സരിക്കാൻ ഒരു താല്പര്യമില്ല. ഇതവണ ആരെങ്കിലും ചോദിച്ചായിരുന്നു അങ്ങനെ? ഇല്ല, ഇത്തവണ ആരും ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. മെസ്സി വരുവോ? എന്തോ മെസ്സി വരുവോ? മെസ്സി വരില്ല. മെസ്സി പോയിട്ട് മെസ്സിയുടെ വേലക്കാരൻ വരത്തില്ല. അയ്യോ, പോട്ടെ. അപ്പൊ കാര്യം പറഞ്ഞു വന്നത്, രമേശ് പിഷാരടി ജയിക്കും, ഭരണമാറ്റം ഉണ്ടാവും എന്നാണ് സലീം കുമാർ ഏട്ടൻ പറയുന്നത്. ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവുന്നതിന് എനിക്കും കുഴപ്പമൊന്നുമില്ലടേ. നമുക്ക് അങ്ങനെ ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഇല്ല, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് ഭരിച്ചാലും നല്ല രീതിയിൽ ഭരിക്കണം, ജനങ്ങൾക്ക് നല്ലത് ഉണ്ടാവണം. അല്ലാതെ പറ്റിക്കുകയും വെട്ടിപ്പിക്കുകയും എല്ലാം പോട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ചെരിപ്പൂരി അറിയുന്ന ആ പരിപാടി ആര് വന്നാലും ചെയ്യാതിരുന്നാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.